നമസ്കാരം. പെൻഡാഡ് പോഡ്കാസ്റ്റ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട്സോ അല്ലെങ്കിൽ അത് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകളോ കാര്യങ്ങളിലോ നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഒരാൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പെൻഡാഡിൻ്റെ തന്നെ ഒരു ടീമിനെ വെച്ചിട്ടുള്ളൊരു ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പെൻഡാഡിൻ്റെ CEO നിഖിൽ നമ്മളുടെ കൂടെയുണ്ട് ഈ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട്. ഏവർക്കും വീണ്ടും സ്വാഗതം. നമസ്കാരം. എനിക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സുകളിനെ പറ്റിയിട്ട് കുറേ പേര് ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. എസ്പെഷ്യലി മ്യൂച്വൽ ഫണ്ട്സ് IHE എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിനൊക്കെ നല്ല രീതിയിൽ തന്നെ എല്ലാവിധ പ്ലാറ്റ്ഫോമുകളിലും നടക്കുന്നുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, എനിക്ക് ബാങ്ക് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലാതെ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് പോകുന്നത്. എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പലപ്പോഴും ഇവിടെ വിളിച്ച് ആൾക്കാർ ചോദിക്കും. എന്താണ് മ്യൂച്വൽ ഫണ്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ? അല്ല, ഇപ്പം മ്യൂച്വൽ ഫണ്ട് ശരിക്കും ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഭയങ്കരമായിട്ട് പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 3 ടൈംസ് ഇതിൻ്റെ ബിസിനസ് കൂടിയിട്ടുണ്ട്. അത്രയും അധികം പേര് മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നു. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന ടൈമിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ പൂൾ ഓഫ് ഇൻവെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ. ആൾക്കാരുടെ എല്ലാ പൈസയും കൂടി കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും 500 രൂപ വെച്ചിട്ടായാലും ഇൻവെസ്റ്റ് ചെയ്യാം, 100 രൂപ വെച്ചിട്ടായാലും ഡെയിലിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതൊരു ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനിക്കായിരിക്കും കൊടുക്കണം. ആ ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനിക്ക് ഓരോ ഫണ്ട് കളക്ട് ചെയ്യണതിനും ഓരോ റീസൺസ് ഉണ്ട്, ഓരോ ഒബ്ജക്റ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. അത് വെച്ചിട്ട് ഒരു ഫണ്ട് ഉണ്ടാവും. ആ ഫണ്ട് മാനേജ് ചെയ്യാനായിട്ടൊരു ഫണ്ട് മാനേജർ ഉണ്ടാവും. അദ്ദേഹത്തിന് ഒരു ടീമൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ റിസർച്ച് നടത്തിയിട്ട് നിശ്ചയിക്കും ഏത് ഫണ്ടുകൾ ഏത് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അത് ചിലപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു ഇക്വിറ്റി കമ്പനികളിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഗോൾഡിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണത്, അല്ലെങ്കിൽ സിൽവറിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണത്, അല്ലാന്നുണ്ടെങ്കിൽ കടപ്പത്രങ്ങളിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണത്. അത് ഗവൺമെൻറ്റിൻ്റെ ആവാം, കോർപ്പറേഷൻ്റെ ആവാം. എന്നിട്ട് ഇതിൽ നിന്ന് വരുന്ന ലാഭം എല്ലാവർക്കും ആരൊക്കെയാണോ പൈസ ഇൻവെസ്റ്റ് അവർക്ക് എല്ലാവർക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൽ ആകെ വരുന്ന ചിലവ് എന്ന് പറഞ്ഞാൽ ഈ ഫണ്ട് മാനേജ് ചെയ്യാനും ഇതിൻ്റെ മാർക്കറ്റിംഗ് എക്സ്പെൻസും ഇതിൻ്റെ ഏജൻസിനുള്ള കമ്മീഷനും ഇതെല്ലാവരും കൂടിയുള്ള എത്രയാണോ അത് വരും. അത് എല്ലാ മൊത്തത്തിൽ ഫണ്ടിൻ്റെ 1% തൊട്ട് അല്ലെങ്കിൽ 0.5% തൊട്ട് 2% വരെ ഇരിക്കും അതിൻ്റെ ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ. മാക്സിമം 2%. മാക്സിമം 2. അതാണ് ഇതിൻ്റെ ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ. അപ്പം ആസ് എ ഇൻഡിവിജ്വൽ ഇതിൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ 100 കോടി ഒരുമിച്ച് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർ ഉണ്ടാവും. അതേമാതിരി 500 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ എല്ലാവർക്കും ഈക്വൽ ക്വാളിറ്റിയിൽ ഫണ്ട് മാനേജ് ചെയ്യപ്പെടും. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും ഒരു 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു ഫണ്ട് മാനേജറെ ഏൽപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ വരുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. ഇത് കംപ്ലീറ്റ്ലി റെഗുലേറ്റഡ് ആണ്, ഗവൺമെൻറ് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഈ പറഞ്ഞ നിയമത്തിൽ യാതൊരു വിധത്തിലുള്ള ഡീവിയേഷനും കമ്പനികൾക്ക് ചെയ്യാൻ പറ്റില്ല. ഈ കമ്പനികളെല്ലാവരും ഡെയിലി റിപ്പോർട്ടിങ് കൊടുക്കണം, ഇതെല്ലാം ചെയ്യണം കറക്റ്റാണോ എന്നുള്ളത്. ഇതിൻ്റെ ഒത്തിരി റെഗുലേഷൻ അതനുസരിച്ചിട്ട് മാത്രമാണ് ഇവർ ചെയ്യണത്. അപ്പോൾ ഇതിൽ തന്നെ മ്യൂച്വൽ ഫണ്ട് എപ്പോഴും നമ്മൾ പരസ്യം കേൾക്കുമ്പോൾ പറയണ ഒരു കാര്യം, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്. അപ്പോൾ ഈ പേരാണ് ഏറ്റവും വലിയ ഒരു വിഷയം പറഞ്ഞാൽ. നമുക്ക് FD ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ FD ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ എന്താ പറയുക സബ്ജക്ട് ടു ബാങ്ക്സ് ഫിനാൻഷ്യൽ ഹെൽത്ത് എന്ന് പറയാറില്ല. ഇല്ല. അപ്പോൾ നോക്കണമെങ്കിൽ ഏത് സ്ഥാപനത്തിന് നമ്മൾ FD ഇടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സ്ഥാപനം, ഞാനിത് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞില്ല, പക്ഷേ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ ഇട്ട പൈസ പോയി. അത് അവിടെയുമുള്ള ഒരു ക്ലോസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അത് പക്ഷേ പറയാറില്ല. പിന്നെ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ മാക്സിമം 5 ലക്ഷം. അത് പക്ഷേ അതും RBIയുടെ താഴെയുള്ള, ഇപ്പോൾ നമ്മൾ സാധാരണ RBIയുടെ താഴെയില്ലാത്ത മറ്റുള്ള ബാങ്കുകളിൽ ലോക്കൽ ബാങ്കുകളിലൊക്കെ കിട്ടണമെങ്കിൽ അതുമില്ല. അപ്പോൾ ഈ പൈസ കിട്ടാനും കുറേ ടൈം ഇപ്പോൾ അത് RBIക്ക് ഉറപ്പാവണം ഈ കമ്പനി ശരിക്കും പൊട്ടി എന്നുള്ളത്. അതിനിടയിൽ പൊട്ടിയില്ലേ എന്നുള്ള സ്റ്റേജിൽ ചിലപ്പോൾ അതൊരു 10 കൊല്ലം പോകും കേസ്. ആ ടൈമിൽ ഈ പൈസ മൊത്തം ബ്ലോക്ക്ഡാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ, പിന്നെ മ്യൂച്വൽ ഫണ്ടിലുള്ള എന്താണ് ഇതിൻ്റെ സേഫ്റ്റി വെച്ചാൽ, ഒന്ന് കംപ്ലീറ്റ്ലി റെഗുലേറ്റഡ് ആണ്. ഇപ്പോൾ നമ്മൾ ഗോൾഡ് ഫണ്ടിലാണ് ഇട്ടെങ്കിൽ അത് കുറച്ചും കൂടി ഈസി ആയിട്ട് പറയാം. ഗോൾഡ് ഫണ്ടിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ യൂണിറ്റായിട്ടാണല്ലോ നമ്മൾ വാങ്ങണത്. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കണത് ഒരു 100 യൂണിറ്റാണെന്ന് വിചാരിക്കും. ആ 100 യൂണിറ്റ് എന്നുള്ളത് നമുക്ക് സേഫാണ്. പക്ഷേ 100 യൂണിറ്റിൻ്റെ വില എത്രയാണെന്നുള്ളത് അന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച്. അപ്പോൾ സ്വർണ്ണം ഇന്ന് നമ്മൾ പറയും വിശ്വസിക്കാവുന്നതാണെന്ന് പറയും. പക്ഷേ 10 വർഷം കഴിഞ്ഞിട്ട് സ്വർണ്ണത്തിൻ്റെ വില ഇതിനേക്കാളും കൂടുകയോ കുറയോ എന്നുള്ളത് ആരെങ്കിലും മുദ്രപത്രത്തിൽ എഴുതരാൻ പറ്റുമോ? അത് പറ്റില്ല. പക്ഷേ ഈ 100 യൂണിറ്റ് വാങ്ങി വെച്ചാൽ 100 യൂണിറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. 100 യൂണിറ്റ് കുറയില്ല. അതവിടെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സേഫ്റ്റിയും ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക്കും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രില്യൻറ്റ്.
മ്യൂച്വൽ ഫണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു സാധാരണക്കാരനായാലും ഒരു കോടീശ്വരനായാലും ഈക്വൽ ആയിട്ടുള്ളൊരു പാർട്ടിസിപ്പേഷനിൽ ഒരു ഒബ്ജക്റ്റീവ് വെച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങൾ പോകുന്നു. അത് കൃത്യമായിട്ടൊരു ഫണ്ട് മാനേജർ മാനേജ് കറക്റ്റ്. അപ്പോൾ ലീസ്റ്റ് എക്സ്പെൻസിൽ ഇത് മാനേജ് ചെയ്ത് പോകുകയും ചെയ്യും. പിന്നെ ഇത് ഹൈലി റെഗുലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു പ്രോട്ടോക്കോൾ അവർ ഫോളോ ചെയ്ത് തന്നെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷനും ഉണ്ട്. അതെ. ഈ മ്യൂച്വൽ ഫണ്ട്സ് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ തന്നെ ഇവർ ചോദിക്കും ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം ഫണ്ട് ഹൗസുകളുണ്ട്. ഇവർക്ക് എല്ലാവർക്കും കൂടി ഏകദേശം 2000 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫണ്ട്സും ഉണ്ടോ. അപ്പോൾ ഇതിൽ ഏത് ഫണ്ട് നമ്മൾ തിരഞ്ഞെടുക്കണം എന്നുള്ളത് നോക്കുന്നത് എന്ത് കാറ്റഗറിയാണ് അത് മെയിനായിട്ട് നോക്കുന്നത്? ഇപ്പോൾ നമുക്ക് ഇതിലുണ്ട് ശരിക്കും നിയമം അനുസരിച്ച് പോകാം. അപ്പോൾ സെബിയുടെ ഇതിൽ 5 കാറ്റഗറി ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എല്ലാ മ്യൂച്വൽ ഫണ്ടും ഒന്നുമല്ല, അത് ആദ്യത്തെ നിയമം. അപ്പം ഈ 5 അപ്പം സെബി പറഞ്ഞിട്ടുണ്ട് 5 കാറ്റഗറിയിൽ നമുക്ക് ഫണ്ട് ഇറക്കാം. അപ്പോൾ ഫണ്ടിൻ്റെ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഇക്വിറ്റി ഓറിയൻറ്റഡ് സ്കീമുകൾ എന്ന് പറയും. അപ്പോൾ കമ്പനിയുടെ ഇന്ത്യൻ കമ്പനി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഇക്വിറ്റി ഓറിയൻറ്റഡ്. ഇന്ത്യൻ മാത്രമാണോ? ഇതിൽ ഇന്ത്യ മാത്രം. ഇനി അടുത്തതെന്ന് വെച്ചാൽ അതേഴ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അതിൽ ഫണ്ട് ഓഫ് ഫണ്ട്, ഇൻ്റർനാഷണൽ ഫണ്ട്, അതൊക്കെ വേറെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് അടുത്ത കാറ്റഗറി. അപ്പോൾ ഈ കാറ്റഗറിയിൽ ഇനി ഈ കാറ്റഗറി എന്താണെന്ന് നമുക്ക് വേണമെങ്കിൽ അടുത്ത സീരീസിൽ സംസാരിക്കുക. ഇക്വിറ്റിയുടെ അകത്ത് എന്തൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിലുള്ള വലിയ കമ്പനികൾ, ചെറിയ കമ്പനികൾ, മീഡിയം സൈസ് കമ്പനികൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ മിക്സ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ വേറെ സ്റ്റൈലിൽ ഇൻവെസ്റ്റ് ചെയ്യണത്, അല്ലെങ്കിൽ ഇതിൽ തന്നെ ഏതെങ്കിലും പറഞ്ഞ പോലെ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യണത്, അല്ലാന്നുണ്ടെങ്കിൽ ELSSൽ ഇൻവെസ്റ്റ് ചെയ്യണത്, ടാക്സ് സേവറിൽ ഇൻവെസ്റ്റ് ചെയ്യണത്, അല്ലെങ്കിൽ നമ്മുടെ ഷെറിയ ടൈപ്പ് ഇൻവെസ്റ്റ് ചെയ്യണത്, ഇതെല്ലാനും വരുന്നത് ഈ പറഞ്ഞ ഇക്വിറ്റി ഓറിയൻറ്റഡ് സ്കീമിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കമ്പനികൾ, ഫണ്ട് മാനേജേഴ്സ് തിരഞ്ഞെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഈ പർട്ടിക്കുലർ സ്കീമിലെന്ന് പറയുന്ന ആദ്യത്തെ കാറ്റഗറി. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇവർക്ക് മനസ്സിലാവണം, സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വ്യതിയാനത്തിന് നമ്മൾ ബാധകമാണെന്നുള്ളത്. സബ്ജക്റ്റ് മാർക്കറ്റ് റിസ്ക് ഭയങ്കരമായിട്ട് ഇതിന്. അപ്പോൾ നമ്മൾ വിചാരിക്കണമെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഒരു 36% കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാവരും എക്സ്പെക്റ്റേഷൻ എന്താവും, ഈ വർഷം ഇട്ടാലും 36% കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതിലുണ്ട് ഇടും. അപ്പോൾ നമുക്ക് ഒരു വർഷത്തിൽ നമ്മുടെ അടുത്ത ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ വീട് വയ്ക്കാനായിട്ട് തീരുമാനിക്കേണ്ട അടുത്തല്ല. അപ്പോൾ നമ്മുടെ അടുത്ത് ചിലപ്പോൾ ഇപ്പോൾ ഒരു 50 ലക്ഷം കയ്യിലുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ 50 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 36% കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത വർഷം നമുക്ക് എന്താ പറയുക, ഒരു 68-70 ലക്ഷം രൂപയുടെ വീട് വാങ്ങാലോ എന്ന് വെച്ചിട്ട് പൈസ കൊണ്ടിടും. അങ്ങനെ ചെയ്യരുത്, അല്ലേ? അല്ലെങ്കിൽ അത്യാവശ്യത്തിന് വെച്ച ഒരു പൈസയും ഇങ്ങനത്തെ ഫണ്ടുകളിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ വേണ്ടി ചെയ്യുന്നതാണ്. അത് കുട്ടിക്കിപ്പോൾ ജനിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇനി 5 വർഷം കൂടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു 7 വർഷം കൂടി ഉണ്ട് എഡ്യൂക്കേഷൻ. അങ്ങനത്തെ ഫണ്ടൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം നമുക്ക് അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് ഫണ്ട് മതി ആവശ്യമുള്ളൂ. അപ്പോൾ ലോങ്ങർ ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇക്വിറ്റി ഫണ്ട് ഇസ് എ ഗുഡ്. ആൻഡ് ഇക്വിറ്റിയിൽ തന്നെ പല ടൈപ്പ് ഓഫ് റിസ്ക് ഉള്ള ഫണ്ടുകളുണ്ട്. ഇതാണ് ഇക്വിറ്റി എന്ന് ഒറ്റയടിക്ക് അല്ലേ. വേറെ നമുക്കിതൊക്കെയാണ് മെയിനായിട്ട് ഇക്വിറ്റിയിൽ നമ്മൾ ഇക്വിറ്റി ഓറിയൻറ്റഡ് സ്കീമിൽ പറയാവുന്നത്. ഈ രണ്ടാമത്തെ കാറ്റഗറി പറയണമെന്നുണ്ടെങ്കിൽ ഡെറ്റ് ഓറിയൻറ്റഡ് സ്കീമുകൾ. ഡെറ്റ് എന്ന് പറഞ്ഞാൽ കടപ്പത്രങ്ങൾ. ഇക്വിറ്റിയുടെ റിസ്ക് ഇല്ല. സ്റ്റോക്ക് മാർക്കറ്റിലല്ല ഇൻവെസ്റ്റ് ചെയ്യണം, അത് കടപ്പത്രങ്ങളിലാണ് ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഇക്വിറ്റിയിൽ എന്താണ്, ഓണർഷിപ്പാണ്. അപ്പോൾ ഓണർഷിപ്പിൻ്റെ പ്രൈസിന് സ്റ്റോക്ക് മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് അനുസരിച്ചാണ് പ്രൈസിൽ വ്യതിയാനം വരുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ വ്യതിയാനങ്ങൾ അതിനെ ബാധിക്കും. ഇതിൽ കടപ്പത്രങ്ങൾ അതിൻ്റെ പേരിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് ഇപ്പോൾ കൂപ്പണാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി NBFCs ഒക്കെ ഇല്ലേ, അവരൊക്കെ ഒത്തിരി കടപ്പത്രങ്ങളൊക്കെ ഇറക്കാറുണ്ട്. അപ്പോൾ അത്തരം കടപ്പത്രങ്ങളായിരിക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഗവൺമെൻറ് ഇറക്കണ കടപ്പത്രങ്ങളുണ്ടാവും, കോർപ്പറേറ്റ്സ് ഇറക്കണ കടപ്പത്രങ്ങളുണ്ടാവും. അപ്പോൾ ഗവൺമെൻറ് ഇറക്കണ കടപ്പത്രങ്ങളാണെങ്കിൽ കുറച്ചും കൂടി അത് സേഫാണ്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് RBI ഒക്കെ ഡീഫാൾട്ട് ചെയ്യണ ചാൻസ് ഭയങ്കര കുറവാണ്. ഇന്ത്യയിലൊക്കെ അത് ഭയങ്കര കുറവാണ്. അപ്പോൾ അത് സേഫാണെന്ന് നമുക്ക് ഒരു പരിധിവരെ സേഫാണെന്ന് പറയാം. ഇനി ഗവൺമെൻറ്റും ഡിഫോൾട്ട് ചെയ്യില്ല എന്നുള്ളത് തിയററ്റിക്കലി പറയാൻ പറ്റില്ല. കോർപ്പറേറ്റ്സ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ വലിയ കമ്പനികൾ, ഇപ്പോൾ ടാറ്റ പോലത്തെ കമ്പനികൾ, ഇപ്പം ടാറ്റയിലാണെങ്കിലും ടാറ്റയുടെ തന്നെ ചെറിയ കമ്പനികളുണ്ട്, വലിയ കമ്പനിയുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നിക്ഷേപിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ അധികം കേൾക്കാത്ത കമ്പനികൾ ഒക്കെ ഉള്ളത് അതിൻ്റെയൊക്കെ. അപ്പോൾ ഈ ഫണ്ട് മാനേജേഴ്സ് ചെയ്യണ കാര്യം വെച്ചാൽ ആ
ഡെറ്റ് പേപ്പേഴ്സ് ഇറക്കിയ കമ്പനിയുടെ ക്വാളിറ്റി എന്താണെന്നും ആ ഡെറ്റ് പേപ്പറിൻ്റെ റേറ്റിംഗ് എന്താണെന്നൊക്കെ നോക്കി. ഈ റേറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസി ചെയ്യുന്ന AAA എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവരത് പഠിക്കും, എന്നിട്ട് ആ കമ്പനിയുടെ ഹെൽത്ത് പഠിക്കും. ചിലപ്പോൾ AAA റേറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ ബാലൻസ് ഷീറ്റൊക്കെ ചിലപ്പോൾ മോശമാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ ഡീഫോൾട്ടായിട്ടുള്ള ചില പേപ്പേഴ്സൊക്കെ ഉണ്ട്, അതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ AAA ആയിരുന്നു. അതെ, പിന്നീടാണ് പോയത്. അപ്പോൾ ഇത് നമ്മളെ പോലത്തെ ഒരു ഇപ്പം നമ്മൾ വിചാരിക്കും എനിക്ക് ഇവിടെ എൻ്റെ നാട്ടിൽ എനിക്ക് ഭയങ്കരമായിട്ട് അറിയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതിൻ്റെ ബോണ്ട് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ നമ്മുടെ ഇപ്പോൾ 50 ലക്ഷം കിട്ടണ്ടാവും അവിടെ, 7 വർഷമൊക്കെ ലോക്കിനായിരിക്കും. അതിലെടുക്കുന്ന റിസ്ക് എന്താണ്? അതെ, കാരണം ആ കമ്പനി വളരെ നന്നായി പോയി കഴിഞ്ഞാൽ 7 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ആ കമ്പനിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഈ പൈസ മൊത്തം പോയില്ലേ. അത് പീഡിപ്പിക്കാനല്ല പറഞ്ഞത്, പക്ഷേ സംഭവിച്ചിട്ടുണ്ടല്ലോ, നാട്ടിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അല്ലേ, എത്ര നമുക്കറിയണം, എത്രയോ ആയിരക്കണക്കിന് കോടി ഇൻവെസ്റ്റ്മെന്റ് എല്ലാ ഇതായിട്ടുള്ള കമ്പനി ആരും പ്രതീക്ഷിക്കാത്ത ഒരു സുപ്രഭാതത്തിൽ കേൾക്കണത് അവർ കൂട്ടിപ്പോയി നിർത്തിപ്പോയി എന്നുള്ളതാണ് കേൾക്കുന്നത്. നമ്മൾ വിചാരിക്കും എൻ്റെ വീടിൻ്റെ മുന്നിലാണ്, എൻ്റെ കസിനാണ് അവിടുത്തെ മാനേജർ, അയാൾ പറയും, ആ മാനേജർക്ക് പോലും അറിയാൻ പറ്റില്ല. പക്ഷേ ഈ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ബോണ്ട് ഡെറ്റ് ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഫണ്ട് മാനേജർ ചെയ്യണമെന്ന് വെച്ചാൽ ഇത്തരം ഒരു 50 or 100 ഡിഫറെൻറ്റ് പേപ്പേഴ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യണത്. ഈ 50 പേപ്പറിൻ്റെ ഒരുമിച്ച് ഡീഫോൾട്ട് ആവില്ല, റിസ്ക് സ്പ്രെഡായി. അപ്പോൾ ഇവരൊരു 1 കോടി ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഈ പറഞ്ഞ വ്യത്യസ്ത ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ റിസ്ക് ഭയങ്കരമായിട്ട് സ്പ്രെഡായി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. ഇതിൽ തന്നെ വ്യത്യസ്തതരമുണ്ട്. ഇപ്പോൾ ഇതിൽ ഓവർ നൈറ്റ് ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ലിക്വിഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ലോങ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഗിൽറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ബാങ്ക് ആൻഡ് PSU എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കതൊക്കെ ഇനി ഡെറ്റ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അടുത്ത ദിവസം നമുക്ക് സംസാരിക്കാം. പക്ഷേ ഓവറോൾ ഇതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ FDക്ക് ബദലായിട്ട് നമുക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ FDയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ടാക്സേഷൻ വരേണ്ടതിൻ്റെ FDയിലും ഇതിലും ഒന്ന് തന്നെയാണ് ടാക്സ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. പണ്ടാണെങ്കിൽ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ FDയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു 6 മാസത്തേക്ക് അല്ലെങ്കിൽ 1 വർഷത്തേക്ക് 2 വർഷത്തേക്ക് അങ്ങനെ ലോക്കിൻ ചെയ്ത് വെക്കണം. ആ ഒരു ടൈം ഫ്രെയിം, ആ ഒരു ടൈം അത് ലോക്കായി. ഇവിടെ അത് വേണ്ട. അപ്പോൾ നമുക്കിപ്പോൾ വീട് പണിയാനായിട്ട് നമുക്ക് പൈസ വേണം, അല്ലാന്നുണ്ടെങ്കിൽ കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടി പൈസ വേണം. അപ്പോൾ എപ്പോഴാണ് ഫീസ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് വേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 50 ലക്ഷം ഉണ്ടെങ്കിൽ ഇത് മൊത്തം കൊണ്ടുപോയിട്ട് നമുക്ക് ഡെറ്റ് പേപ്പറിലിടാം. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 1 ലക്ഷം 5 ലക്ഷം ഒക്കെ ആയിട്ട് എടുത്താൽ മതി. എന്നാണ് വേണ്ടത് അന്ന് മാത്രം എടുത്താൽ മതി. പാർഷ്യൽ വിഡ്രോവൽ പോസിബിൾ. അപ്പോൾ ആ വിൽക്കണേന് മാത്രം ടാക്സ് കൊടുത്താൽ മതി. ഇനി അതല്ല, നമ്മളിപ്പോൾ നമ്മൾ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്കൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ TDS പിടിക്കും, അല്ലെങ്കിൽ 2 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ TDS പിടിച്ചുകൊണ്ടിരിക്കും. ഇവിടെ TDS എന്ന് പറഞ്ഞാൽ വിൽക്കുന്ന സമയത്തുള്ളൂ ടാക്സ്. NRIs ആണെങ്കിൽ TDS ഉള്ളൂ, റെസിഡൻസ് ആണെങ്കിൽ TDS ഇല്ല. അപ്പോൾ നമ്മൾ ആനുവൽ ഇൻകം ഫയലിംഗിൽ മാത്രമേ കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും ടാക്സ് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും എടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം. അപ്പോൾ ഇതും ഒരു വലിയൊരു ഇൻസ്ട്രുമെൻ്റാണ്. പിന്നെ ഈ എടുക്കുന്ന ഇതിപ്പോൾ പറഞ്ഞില്ലേ നമ്മൾ TDSൻ്റെ അല്ലെങ്കിൽ ഒരു ടാക്സ് എടുക്കണം, അപ്പോൾ എടുക്കണം അത് ഗെയിനിൻ്റെ പുറത്ത് മാത്രമാണല്ലോ ഒരു കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളുടെ സ്ലാബ് എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ ഒരു കാൽക്കുലേഷനിൽ എടുക്കുക. കറക്റ്റ്. അത് ഡിഫറെൻറ്റ് ടോപ്പിക്കാണ് ശരിക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഡിഫറെൻറ്റ് മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ ടാക്സ് വരുന്നുള്ളത് അത് വേണമെങ്കിൽ അടുത്തൊരു സീരീസ് ആയിട്ട് നമുക്കിത് പറയാം. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡെറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കരമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇക്വിറ്റിയിൽ തന്നെയാണ് മൊത്തം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരു അവരുടെ റിസ്ക് പ്രൊഫൈൽ മനസ്സിലാക്കിയിട്ട് 80% ഇക്വിറ്റിയിലും 20% ഡെറ്റിലും വേണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളും ഡെറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് എപ്പോഴും ഇക്വിറ്റിയാണ് റിട്ടേൺ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷോർട്ട് ടൈം ഫണ്ടാണെങ്കിൽ ഒരിക്കലും കംപ്ലീറ്റ്ലി പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല, റിസ്ക് ഉണ്ട്. ഇനി ലോങ് ടൈമിലേക്കാണെങ്കിലും നമ്മുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ചിട്ട് അറ്റ്ലീസ്റ്റ് കുറച്ച് പെർസെൻറ്റേജ് അസറ്റ് ലൊക്കേഷൻ്റെ ഭാഗമായിട്ട് ഡെറ്റിൽ വെക്കണം. എസ്പെഷ്യലി എമർജൻസി ഫണ്ടൊക്കെ കറക്റ്റ് അതിൽ വർക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മാർക്കറ്റ് താഴെ പോകണം, നമുക്ക് വേണമെങ്കിൽ ഈ ഫണ്ടിന് അപ്പോഴും അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ വേണമെങ്കിൽ ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒത്തിരി മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട് ഡെറ്റ് പേപ്പേഴ്സ് പറ്റും. ശരിക്കും നമ്മൾ സാധാരണ ആദ്യമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും പേരും ഇക്വിറ്റി മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പക്ഷേ ഡെറ്റിൻ്റെ പ്രാധാന്യം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ശരിക്കും ഒരാളുടെ പോർട്ട്ഫോളിയോയിൽ എസ്പെഷ്യലി ഒരു നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ
ലോങ് ടൈമിലേക്കുള്ളിൽ അറ്റ്ലീസ്റ്റ് ഒരു 30% എങ്കിലും ഡെറ്റ് വേണം. ഇനി അതല്ല കുറച്ചും കൂടിയും പ്രായമെത്തി കഴിഞ്ഞ് ഡിപ്പെൻസ് ഓക്കെ എത്ര ഫണ്ട് ഉണ്ടെന്ന് വെച്ചാൽ 50-50 ഒക്കെ ആയിട്ട് ഡെറ്റും ഇക്വിറ്റി ആയിട്ടൊക്കെ വെക്കണേ എപ്പോഴും നല്ലത്. അപ്പോൾ റിക്വയർമെന്റ് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ അതിന് ഇതാണ് ഡെറ്റ് ഓറിയൻറ്റഡ് ഫണ്ട്. വേറെ നമ്മളെല്ലാം കവർ ചെയ്ത് തോന്നുന്നുണ്ടല്ലോ ഇതിൽ. ഡെറ്റ് പല ടൈപ്പ്, അത് നമുക്ക് അടുത്തൊരു ഇതിൽ ഓരോന്നോരോന്നായിട്ട് സംസാരിക്കാവുന്നതാണ്. ഇനി അടുത്ത കാറ്റഗറി ഡെഫിനറ്റ്ലി ഹൈബ്രിഡ് ഫണ്ടുകളാണ്. അപ്പോൾ ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഡെറ്റും ഇക്വിറ്റിയും കൂടി മിക്സ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പല റേഷ്യോയിൽ ചെയ്യണുണ്ട്. ഇപ്പോൾ കൺസർവേറ്റീവ് ഫണ്ട്, അല്ലെങ്കിൽ സേവിങ്സ് ഫണ്ട്, അല്ലെങ്കിൽ ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ട്, അങ്ങനെയൊക്കെ കുറേ ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ പേരുകളെല്ലാം ചിലതിൽ 25% ഇക്വിറ്റിയിലുണ്ടുള്ളൂ, ബാക്കി എല്ലാവരും ഡെറ്റിലായിരിക്കും. ചിലതിൽ ഓൾമോസ്റ്റ് 50-50 എന്നുള്ള രീതിയിലായിരിക്കും. ചിലത് 75% ഡെറ്റിലായിരിക്കും, 25% മാത്രമേ ഇതിൽ ഡെറ്റിലുണ്ടാവുള്ളൂ. ഇനി അതേപോലെ തന്നെയുള്ളതാണ് മൾട്ടി അസറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അറ്റ്ലീസ്റ്റ് 3 അസറ്റെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ ഡെറ്റും ഇക്വിറ്റിയും ഗോൾഡാ കമ്മോഡിറ്റി എന്തെങ്കിലും, ചിലതിൽ ഗ്ലോബൽ ഫണ്ടുകളുണ്ടാവും. അപ്പോൾ അറ്റ്ലീസ്റ്റ് 3-4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസറ്റ് വരും, അതിൻ്റെ അകത്ത് വരും. അപ്പോൾ അവിടെയും ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നടക്കണം. പിന്നെ ഫണ്ട് മാനേജറാണ് കോൾ എടുക്കുന്നത് ഏത് രീതിയിൽ അലൊക്കേഷൻ വേണമെന്നുള്ളത്. അപ്പോൾ അവർ കുറച്ചും കൂടിയും അറിവോടെ ആയിരിക്കും അത് ചെയ്യണത്. അപ്പോൾ ഇതും ഒരു ഹൈബ്രിഡ് കാറ്റഗറിയിൽ ചെയ്യാവുന്ന ഒരു, അപ്പോൾ നമുക്കിത് മനസ്സിലാക്കിയിട്ട് ചെയ്യണമെങ്കിൽ വെരി ഗുഡ്. പിന്നെ ഇതിലുള്ള കാര്യം ഇപ്പോൾ ചിലപ്പോൾ ഒരു 5 തൊട്ട് 7 വർഷം വരെ, 5 വർഷത്തിന് മുകളിലാണെങ്കിൽ ഇക്വിറ്റി ഫണ്ടുകൾ ചെയ്യണമെന്നുള്ളത്. ഒരു വർഷമൊക്കെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഇൻകം ഫണ്ടുകൾ അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ടുകൾ. ഇനി നമുക്കൊരു 3 വർഷമൊക്കെ ഉള്ളൂ, എന്നാൽ ഇക്വിറ്റിയുടെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറുമാണ്. അങ്ങനെയൊക്കെ ഹൈബ്രിഡ് ഫണ്ട് നല്ലതായിരിക്കും. കുറച്ച് പാർട്ടിസിപ്പേഷൻ അതിൽ എന്തായാലും വരുന്നുണ്ട്, എന്തായാലും വരും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ചെയ്യാം. ഇത് ബാലൻസ് അഡ്വാൻറ്റേജ് വേണോ, അഗ്രസീവ് ഡെറ്റ് ഫണ്ട് വേണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതൊക്കെ നോക്കിയിട്ട് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ചെയ്യാം. ഇതാണ് എപ്പോഴും നമ്മൾ നോക്കി ചെയ്യേണ്ടത്. ഇനി സൊല്യൂഷൻ ഓറിയൻറ്റഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട്. അത് ഇപ്പോൾ ഈ റിട്ടയർമെൻറ്റിനും ചിൽഡ്രൻ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ ആ പർട്ടിക്കുലർ സൊല്യൂഷന് വേണ്ടി കൊടുക്കണം. അപ്പോൾ പലപ്പോഴും നമ്മൾ റിട്ടയർമെൻ്റ് എന്നോ അല്ലാന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പോയിട്ട് ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ എടുക്കുന്നത്, അതിന് ഭയങ്കര ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരു IRR പെർസ്പെക്റ്റീവിൽ ഒരു ശരിക്കുള്ള ആനുവൽ റിട്ടേൺ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഒരു 5-6% താഴേക്ക് ഉണ്ടാവത്തുള്ളൂ. അത് ഗ്യാരണ്ടീഡാണ്, അത് മോശം എന്നല്ല പറഞ്ഞത്. പക്ഷേ ഇവിടെയാണ് കുറച്ചും കൂടി ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഈ പറഞ്ഞ സൊല്യൂഷൻ ഓറിയൻറ്റഡ് ഫണ്ടിൽ പറഞ്ഞത്. ഈ മ്യൂച്വൽ ഫണ്ട് കാറ്റഗറികൾ ഇപ്പോൾ പറഞ്ഞൊരു ഇതുകളിൽ എനിക്ക് തോന്നുന്ന ഒരു ലോക്കിൻ ഇത് വരുന്നത് ഈ സൊല്യൂഷൻ ഓറിയൻറ്റഡിൽ മാത്രമേ. സൊല്യൂഷനും പിന്നെ ELSS ആയിരിക്കും വരുന്നത്. ELSS ആണെങ്കിൽ 3 വർഷം ലോക്കിൻ, അത് ടാക്സ് അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിനാണെങ്കിൽ 5 വർഷം ലോക്കിൻ വരും. ഇതാണ് ഈ രണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ലോങ് ടൈമിലേക്ക് ഇത് ചെയ്യാവുന്ന രീതിയിൽ ചെയ്യാവുന്ന ഒരു ഇതാണ് 4 മെയിൻ കാറ്റഗറി. ഇനി 5ാമത്തെ അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ളത്, അതിൽ ഈ ETF ഇപ്പോൾ ശരിക്കും മ്യൂച്വൽ ഫണ്ടിൽ തന്നെ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ എൻഡഡ് ഫണ്ട്, അത് നമുക്ക് അടുത്ത ദിവസം പിന്നെ പറയാം. പക്ഷേ എന്നാലും ഓപ്പൺ എൻഡഡ് സാധാരണ മ്യൂച്വൽ ഫണ്ടുകൾ, ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ടുകൾ നമുക്ക് പറയാം. അതല്ലെങ്കിൽ ETF ക്ലോസ്ഡ് എൻഡഡ് ഫണ്ടുകൾ. ETF നമ്മൾ ഡിമാറ്റിൽ കൂടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത്. ETF ഇതിൽ അതർ ഫണ്ട് കാറ്റഗറിയിലാണ് പറയുന്നത്. കറക്റ്റ്. ഇനി അതല്ലെങ്കിൽ മറ്റേ ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ ഇപ്പോൾ ചിലപ്പോൾ ഗ്ലോബൽ ആൻഡ് ഡൊമസ്റ്റിക് ഫണ്ടുകളൊക്കെ ഉണ്ടാവാറില്ലേ. അപ്പോൾ അതിൽ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഫണ്ട് ഹൗസ് ചെയ്യണ കാര്യം വെച്ചാൽ അവരൊരു ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് 3-4 ഫണ്ട് മിക്സ് ചെയ്തിട്ട് അതിൽ ചെയ്യണമായിരിക്കും. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ ചിലതൊക്കെ പുറത്ത് നല്ല ഫേമസ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഫണ്ടുകളായിരിക്കും, അതിലായിരിക്കും വിഷയം. അപ്പോൾ ആ ഫണ്ട് മാനേജർ എക്സ്പെർട്ടൈസ് ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇതാണ് ശരിക്കും നമ്മൾ ഒരു നിയമപരമായിട്ട് സെബി കാറ്റഗറിയിൽ 5 ഫണ്ടുകളാണുള്ളത്. അതായത് ഇക്വിറ്റി ഫോക്കസ് ചെയ്തിട്ടുള്ള ഇക്വിറ്റി ബേസ്ഡ് ഫണ്ടുകൾ, പിന്നെ ഡെറ്റ് കാറ്റഗറി ആയിട്ടുള്ള ഡെറ്റ് ഫണ്ടുകൾ, 2 ഇക്വിറ്റിയുടെയും ഡെറ്റിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള ഹൈബ്രിഡ് ഫണ്ട്, പിന്നീട് വരുന്നത് സൊല്യൂഷൻ ഓറിയൻറ്റഡ് റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ആ രീതിയിലുള്ളത്, പിന്നെ അതേഴ്സ്. അങ്ങനെ 5 കാറ്റഗറികളാണ്. 5 കാറ്റഗറിയിലാണ് ഇത് ഉള്ളത്. അപ്പോൾ ഈ 5 കാറ്റഗറി ഇപ്പോൾ നമ്മൾ പറഞ്ഞു തരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പർപ്പസ് വ്യത്യാസമാണ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ സ്വഭാവം വ്യത്യാസമാണ്.
അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ് മാറി. അപ്പോൾ നമ്മൾ നോക്കുന്നത് വെച്ചാൽ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മുടെ ആവശ്യം എന്താണ്, ഇതിലേതാണ് നമുക്ക് പറ്റിയത്, ഇതാണ് മെയിനായിട്ട് നോക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ബേസിക്സ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ ഫണ്ട് പിക്ക് ചെയ്യണത് ഒന്നും കൂടി നന്നാവും. പിന്നെ ഇതിലൊത്തിരി ബിഹേവിയറൽ ബയാസ് കിടക്കൂട്ടോ. ഇപ്പോൾ നമ്മൾ പറയും എൻ്റെ അടുത്ത് കുറച്ച് കാശുണ്ട്, എനിക്ക് ആ റിട്ടേൺ കിട്ടുകയും വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മാർക്കറ്റ് ഇപ്പോൾ താഴാൻ ചാൻസ് ഇല്ല, അങ്ങനെ നമ്മൾ ഇക്വിറ്റി ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ 2024 ജൂലൈയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ പലവരും ചെയ്യണ കാര്യം വെച്ചാൽ ഇത്രയും റിട്ടേൺ ഒന്നല്ലേ, എനിക്ക് ഏതായാലും ഇക്വിറ്റി തന്നെ മതി. സെപ്റ്റംബറിൽ ഏകദേശം ഒരു 15-20% താഴെ പോയി. അപ്പോൾ ഇത് പേടിച്ച് പിന്നെ സെല്ല് ചെയ്യേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒന്ന് നോക്കിയൊക്കെ പ്രിഫേർഡായിട്ട് ചെയ്യണമെങ്കിൽ ഇത് നല്ലതാണ്. ഒത്തിരി ബിഹേവിയർ ബയാസ് വരും. അത് എപ്പോഴും ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രോക്കറുടെയൊക്കെ ഹെൽപ്പ് എടുത്തിട്ട് ചെയ്യുക. ഈ പറയുന്നതിലൊക്കെ ബിഹേവിയർ ബയാസ് ഒന്നും വരാനായിട്ട് ചാൻസ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. ഇവർക്ക് നന്നായിട്ട് ചെയ്യാൻ, അവർക്കൊക്കെ സ്വന്തമായിട്ട് ചെയ്യാം. ഫണ്ടുകൾ അവർക്ക് തന്നെ ചെയ്യാം. അതിന് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഡയറക്റ്റായിട്ടും റെഗുലറായിട്ടൊക്കെ ഫണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഡയറക്റ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന കാര്യം വെച്ചാൽ 1% നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എക്സ്പെൻസ് റേഷ്യോയിൽ. പക്ഷേ ആ 1% സേവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആ കറക്റ്റ് ഫണ്ട് പിക്ക് ചെയ്തില്ല, കറക്റ്റ് ബിഹേവിയർ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ 1% സേവ് ചെയ്യുന്നതോടൊപ്പം ചിലപ്പോൾ നമ്മുടെ ഓവറോൾ ഫണ്ടിൽ നമുക്ക് കിട്ടുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5-6% ആയിരിക്കും. അപ്പോൾ ആ ഒരു പെയിൻ പോയിന്റ് മനസ്സിലാക്കിയിട്ട് ഇത് എല്ലാം കൃത്യമായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ മാത്രമേ ഡയറക്റ്റിൽ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ റെഗുലറിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങളുടെ ബിഹേവിയറിൽ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓവറോൾ വെൽത്ത് ക്രിയേഷന് സ്മൂത്ത് ജേണി. പിന്നെ എങ്ങനെ ബെസ്റ്റ് അഡ്വൈസർ തിരഞ്ഞെടുക്കാന്ന് വെച്ചാൽ ആദ്യം തന്നെ അവരോട് സംസാരിക്കാം, എന്നിട്ട് നിങ്ങളായിട്ട് സിങ്ക് ആവേണ്ടതെന്ന് നോക്കുക, അല്ലേ? ഇപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ മാനേജ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നമ്മളും ആ കസ്റ്റമറും തമ്മിൽ എത്ര ടീം വർക്ക് ചെയ്യണം, അതാണ് ആ കസ്റ്റമർ ചെയ്യാനുള്ള സക്സസ്. അത് ചിലപ്പോൾ നമ്മുടെ മോശം കൊണ്ടായിരിക്കും, ചിലപ്പോൾ ക്ലയൻറ്റ് നമ്മൾ തമ്മിൽ മാച്ച് ആവാതായിരിക്കും. അപ്പോൾ അതൊരു നമുക്കെപ്പോഴും മാച്ച് ആവേണ്ടത് ഒരു വലിയൊരു ആവശ്യമാണ്. അപ്പോൾ നമ്മളും ടീം മെമ്പേഴ്സിനെ ട്രെയിൻ ചെയ്യണം അങ്ങനെയൊക്കെയാണ്. പക്ഷേ ചിലപ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവർക്കും ഫിറ്റ് ആവണമെന്നില്ല. വ്യത്യസ്തമായ റിക്വയർമെൻറ്റുകളോ അല്ലെങ്കിൽ അനുസരിച്ച് വ്യത്യാസം വരും. ഇതാണ് ബേസിക്കലി നമ്മൾ മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയിൽ നമ്മൾ പറഞ്ഞ്. വേറെ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ? കാറ്റഗറികൾ 5 മെയിൻലി നമ്മളിപ്പോൾ കവേർഡ് ആയിരുന്നു. ഓക്കെ വെരി ഗുഡ്.